ഒരിക്കൽ തന്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുവാൻ വേണ്ടി ഗുരു ഇങ്ങനെ പറഞ്ഞു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട 10 പേരെ അടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ദൂരെയുള്ള ആ കുളത്തിൽ നിന്ന് നിങ്ങൾ ഒരു കലത്തിൽ വെള്ളമെടുക്കുക. ആ വെള്ളം തൂകാതെ കളയാതെ നിങ്ങൾ ഇവിടെയുള്ള മൺകുടത്തിൽ വന്ന് നിറയ്ക്കണം എന്ന് പറഞ്ഞു. തന്റെ ശിഷ്യന്മാർ അത് കേട്ടു. ഏറ്റവും ശ്രദ്ധയോടുകൂടെ തന്നെ ആദ്യത്തെ കുടവുമായി കടന്നുപോയി ആ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് തൂകാതെ ശ്രദ്ധയോടെ കൊണ്ടുവന്നു ഒഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല ആവർത്തി അവർ ശ്രദ്ധയോടെ കൊണ്ടുവന്നപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ വെള്ളം തുളുമ്പി താഴെ പോയി. അവർക്ക് വലിയ നിരാശയുണ്ടായിരുന്നു. അവർ വീണ്ടും വീണ്ടും അത് പരിശ്രമിച്ചു. അവസാനം ആ മൺഭരണി നിറഞ്ഞു. പക്ഷേ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. തൂകാതെ വെള്ളം കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല. ഈ പ്രവൃത്തി അനേകം നാളുകൾ അവരെ കൊണ്ട് തന്റെ ഗുരു ചെയ്യിപ്പിച്ചു. അവസാനം ഒരു ദിവസം ഗുരു അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും നാളും ചെയ്തത് ഏറ്റവും നന്നായിരുന്നു, പക്ഷെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ അനുസരിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പരിശ്രമിച്ചിട്ടും തൂകാതെ തുളുമ്പാതെ ആ വെള്ളം കൊണ്ടുവരാൻ പറ്റിയില്ല. മൺഭരണി നിറഞ്ഞു, പക്ഷേ വെള്ളം തൂകാതെ കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഗുരു ചിരിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പരിശ്രമം ഏറെ നല്ലതായിരുന്നു. നിങ്ങൾ കുറെ നാളുകൾക്ക് മുമ്പ് നടന്നു പോകുമ്പോൾ ആ വഴി എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആ വഴി നോക്കുക. അവർ ആ വഴിയിലോട്ട് നോക്കിയപ്പോൾ അവർ നടന്നു വന്ന ആ പാത മുൻപ് ഉണങ്ങി വരേണ്ട ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ദിനം പ്രതിയുള്ള ഇവരുടെ പരിശ്രമത്തിന്റെ ഫലമായി അവർ നടന്നു വന്ന പാതയുടെ ഇരുവശങ്ങളിലും ചില ചെടികൾ വളരുവാൻ തീർന്നു. അത് മനോഹരമായ ചില ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. എന്റെ ഗുരു പറഞ്ഞു, പരിശ്രമിച്ചിട്ടും ചില പരാജയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് സാരമില്ല. അത് മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് കാണാൻ ഇമ്പമുള്ള വിജയങ്ങളായി മാറും. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. പരിശ്രമിച്ചിട്ട് നീ പരാജയപ്പെടുന്നുവെങ്കിൽ കാണാൻ ഇമ്പമുള്ള ചില നല്ല മനോഹരമായ മുഹൂർത്തങ്ങളായി അത് മാറും.